ഒരു സംശയമുണ്ട്, അതിനുമേ കാര്യത്തിലേക്ക് കിടക്കാം. അനുവാദമില്ലാതെ ഗാനങ്ങൾ ഉപയോഗിച്ചതിന് 5 കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ ഇളയരാജ അജിത് കുമാറിൻ്റെ പുതിയ പടം ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതിൻ്റെ 3 ഗാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ആ പടത്തിന് 3 ഗാനങ്ങൾ ഉപയോഗിച്ച് പുള്ളിക്കാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ള അതിന് നഷ്ടപരിഹാരം തന്നെ 5 കോടി രൂപ എന്ന് പറഞ്ഞാൽ. ഇതിനു മുമ്പ് മലയാളത്തിൽ മഞ്ഞുമൽ ബോയ്സ് എന്ന പടത്തിനെതിരെയും പുള്ളി അൻപോട് കൺമണി അറിയാലോ, ആ പാട്ടിനെതിരെയും പുള്ളി ഇതുപോലെ കേസ് കൊടുത്തത് 60 ലക്ഷം രൂപയ്ക്ക് എന്നാണ് അറിവ്. അതെന്തോ ഈ 10-20 ലക്ഷം കൊടുത്ത് ഒതുക്കി തീർന്നാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ ഈ പടം വിജയിക്കുന്ന പടത്തിൻ്റെ പുറകെയാണോ പുള്ളി പോകുന്നൊരു സംശയമുണ്ട്. എന്ത് പറ്റിയാവും? നേരത്തെ SP ബാലസുബ്രഹ്മണ്യം ഇതുപോലെ തന്നെ വിദേശത്ത് പാട്ടൊക്കെ പാടുന്ന സമയത്ത് പുള്ളി അപ്പോഴും പറഞ്ഞ റോയാലിറ്റി അല്ലെങ്കിൽ അത് തന്നെ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കടെ ബുദ്ധിയൊക്കെ പോയത് കാര്യം വളരെ ബുദ്ധിമുട്ടിലൂടെ വന്ന് അല്ലെങ്കിൽ തമിഴ് സിനിമയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ തന്നെ അഭിമാനമായി മാറിയ ഒരു മ്യൂസിക് ഡയറക്ടറാണ് ഇളയരാജ. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഇപ്പോഴും നമുക്ക് വല്ലാത്ത രീതിയിൽ നമ്മളെ അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ വല്ലാതെ അത്ഭുതകരമായ ഒരു ഗാനങ്ങളാണ് പുള്ളിയൊക്കെ എന്താണ് ഇത് കാണിച്ചുകൊണ്ട് ഒരു പോകുന്തോറും പുള്ളി ഉറപ്പിക്കണോ? ഇതിൻ്റെ ഇടയ്ക്ക് യേശുദാസും ഇതുപോലെ തന്നെ എന്തൊരു പാട്ട് റോയാലിറ്റി എന്ന് പറഞ്ഞൊരു വിഷമമൊക്കെ ഉണ്ട്, പിന്നിപ്പോൾ കേൾക്കുന്നില്ല. അഹങ്കാരി ആവുകയാണെന്ന് സംശയമുണ്ട്. അപ്പം ഞാൻ സംശയം എന്നാന്ന് വെച്ചാൽ നമ്മളൊരു പടം പിടിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രൊഡ്യൂസറാണല്ലോ ഗാനരചയിതാവിനും അല്ലെങ്കിൽ ഇതുപോലെ മ്യൂസിക് ഡയറക്ടറിനും പൈസ കൊടുക്കുന്നത്. അപ്പോൾ ശരിക്കും ഈ പാട്ടിൻ്റെ ഉടമസ്ഥൻ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസർമാരല്ലേ, അവരല്ലേ കേസ് കൊടുക്കുന്നുണ്ട്. പിന്നെ പുള്ളി ഏതിൻ്റെ വകുപ്പിലാണ് കേസ് കൊടുക്കുന്നത് മനസ്സിലായില്ല. എനിക്ക് അറിയാൻ പാടില്ലാതെന്ന് ചോദിക്കുകയാണ്. അറിയാവുന്നതൊന്ന് പറഞ്ഞതാ പ്ലീസ്. മനുഷ്യൻ പ്രായം തോറും ബുദ്ധി ഇങ്ങനെ വളഞ്ഞു പോകുന്നത് നമുക്ക് ആദ്യം ഇട്ടേക്കണം. പ്ലീസ് ആ ചോദ്യത്തിന് ഉത്തരം തരൂ.